രാത്രി കിടക്കാനുള്ള വെള്ളവുമായി അബിയുടെ മുറിയിലേക്ക് നടക്കുമ്പോൾ ചിത്രയുടെ മനസ്സ് നിറയെ ആവണി തന്നെയാണ്. അവൾക്ക് ചുറ്റും എന്തോ വലിയ പ്രശ്നമുള്ളതുപോലെ. ഇതിനെക്കുറിച്ച് അബിയോട് സംസാരിക്കണമെന്നുള്ള ചിന്തയിലാണ് അവൾ. എല്ലാവരോടും അമർഷമുണ്ട് എങ്കിലും ആവണിയോടും ചന്ദ്രുവിനോടും അവനുള്ളിൽ എവിടെയോ ഒരിഷ്ടം ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷേ ഇക്കാര്യം താൻ അവനോട് സംസാരിച്ച അവൻ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതിനെക്കുറിച്ചാണ് അവളുടെ ചിന്ത. 1-2 മെയിൽ ചെക്ക് ചെയ്ത് ബാൽക്കണിയിൽ നിന്ന് മുറിയിലേക്ക് വന്ന അബി കാണുന്നത് ബെഡിലെന്തോ ചിന്തിച്ചിരിക്കുന്ന ചിത്രയെയാണ്. ഉടനെ തൻ്റെ കയ്യിലുള്ള ഫോൺ ബെഡിലേക്കിട്ടൊരു ചെറുചിരിയോടെ അവൻ അവളുടെ അടുത്ത് പോയി. തൻ്റെ പുറകിൽ അബി ഇരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവൾ തിരിയുന്നതിനു മുൻപ് അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. അവൻ്റെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് അവളുടെ മിഴികൾ ചെന്നെത്തി നിന്നതും അതുവരെ അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്ന എല്ലാ ചിന്തകളും ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായിരുന്നു. അവൻ്റെ ചുണ്ടിൽ അവൾക്കായി മാത്രം വിരിഞ്ഞു നിൽക്കുന്ന ആ പുഞ്ചിരിയിലായിരുന്നു അവളുടെ ശ്രദ്ധ മുഴുവൻ. ഐ ലവ് യു. കാറ്റുപോലെ അവളുടെ കാതിൽ പറയുന്നതിൻ്റെ കൂടെ ആ കവിളിൽ ചുണ്ടി ചേർത്തിരുന്നു അവൻ. അവൻ്റെ ആ പ്രവൃത്തി അവളുടെ ഉള്ളിൽ കൂടെ ഒരു വിറയൽ കടന്നുപോയി. ലവ് യു ടു പറയുന്നതിൻ്റെ കൂടെ അവളുടെ ചുണ്ടും അവൻ്റെ കവിളിൽ അമർന്നിരുന്നു. ക്യാൻ ഐ കിസ് യു? കുസൃതി നിറഞ്ഞ കണ്ണുകളോട് അബി ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകളൊന്ന് തിളങ്ങി. അടുത്ത നിമിഷം അവളുടെ മുഖം തന്നിലേക്ക് ചേർത്ത് ആ ചുണ്ടുകൾ കവർന്നിരുന്നു അവൻ. ഒരു സീൽക്കാരത്തോടെ അവൾ അവനോട് ഒന്നുകൂടെ ചേർന്ന് നിന്നതും അവൻ്റെ ആവേശം കൂടി. 2 ചുണ്ടുകളും മാറി മാറി നുണയുന്ന അവൻ്റെ കൈകൾ അവളിലൂടെ ഒരുപാട് ദൂരം പിന്നെയും സഞ്ചരിച്ചു. അവളുടെ ഇരുഅധരങ്ങളും അവൻ വായിലാക്കി നുണഞ്ഞുകൊണ്ടിരുന്നു. ചിത്രയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവൾ കുറേ അവനിൽ നിന്നും അകലാൻ ശ്രമിച്ചു എങ്കിലും അവൻ അതിനനുവദിച്ചില്ല. അവളെ അവനിലേക്ക് കൂടുതൽ അടുപ്പിച്ചു നിർത്തി. അവളുടെ മേൽ ചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി നുണഞ്ഞുകൊണ്ടിരുന്നു. അതിനിടയിൽ അവളുടെ കൈകളും അവളിൽ പുതുവസന്തം തീർത്തു. അവളുടെ മാറിൽ നിന്ന് സാരി വലിച്ചൂരി മാറ്റി അവളുടെ മാറിലേക്ക് അവൻ്റെ കൈ അമർന്നു. അവളുടെ ഇന്നറിൽ നിറഞ്ഞു നിൽക്കുന്ന മാറിടങ്ങൾ കാണുന്തോറും അവനിൽ വികാരം മുട്ടിമുളച്ചു. ഇരുമാറുകളും ഞെരിച്ചുകൊണ്ട് താഴേക്ക് അവൻ്റെ കൈകൾ ചലിച്ചു. അപ്പോഴും അവളുടെ ആദരങ്ങളിലെ തേൻ നുകരുന്ന തിരക്കിലായിരുന്നു അവൻ. നാഭിച്ചുഴിയിൽ വട്ടമിട്ടുകൊണ്ട് അവൻ്റെ കൈകൾ ചലിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ആഴമളക്കാൻ അവനക്ക് കൊതി തോന്നി. അവൻ്റെ വിരലുകൾ ആ നിമിഷം തന്നെ അവളുടെ നാഭിച്ചുഴിയിലേക്ക് കുത്തിയിറക്കിയിരുന്നു. ആ സമയം അവളൊന്ന് ഉയർന്നു പൊങ്ങി. അവളുടെ ശീൽക്കാര ശബ്ദം പുറത്തു വന്നു. അവളുടെ ആദരങ്ങളിൽ നിന്നും അവൻ്റെ ആദരങ്ങൾ മനസ്സില്ലാ മനസ്സോടെ വേർപ്പെടുത്തി. ആ നിമിഷം തന്നെ അവളുടെ മാറിടങ്ങളിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു. അപ്പോൾ തന്നെ അവരുടെ വസ്ത്രങ്ങളെല്ലാം മാറ്റിയിരുന്നു. ഇരുമാറിടങ്ങളും കടിച്ചു നുണഞ്ഞ് അപ്പോഴെല്ലാം അവളിൽ നിന്ന് ശീൽക്കാരം പുറത്തേക്ക് വന്നു. എത്ര നുണഞ്ഞിട്ടും അവളുടെ മാറുകളെ അവൻക്ക് വിടാൻ തോന്നിയില്ല. കടിച്ചു നുണഞ്ഞും അവളുടെ മാറിടങ്ങളെ അവൻ നുണഞ്ഞുകൊണ്ടിരുന്നു. അവളിലെ പെണ്ണിനെ ഉണർത്തി. ആ സമയം അവൾ അവനെയും ചുംബിച്ചുകൊണ്ടിരുന്നു. അവന് നാണിനെ അവളും സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. അവനെ അവളിലേക്ക് അമർത്തി പിടിച്ചു. ഏതോ ഒരു നിമിഷത്തിൽ അവൾ എന്ന പെണ്ണിലേക്ക് ഒരു പേമാരി പോലെ അബി ആഴ്ന്നിറങ്ങി. മനുവേട്ട. അവളിലെ ആ വിളി അവനെ കൂടുതൽ അവളിലേക്ക് അടുപ്പിച്ചു. അവളുടെ ആദരങ്ങളെ വാഴയിലാക്കി നുണഞ്ഞുകൊണ്ട് തന്നെ അവളെന്ന പെണ്ണിലേക്ക് അവൻ വീണ്ടും വീണ്ടും ആഴ്ന്നിറങ്ങി. എത്ര ആഴ്ന്നിറങ്ങിയിട്ടും മതി വരാത്തതുപോലെ തോന്നി അബിക്ക്. അവളെന്ന പെണ്ണിനെ അവനും അത്രത്തോളം പ്രണയിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ പ്രണയവും കാമവുമെല്ലാം അവളിൽ തീർത്തു. ഒരാൾ ജീവിക്കുന്നത് പോലും മറ്റേ ആൾക്കാർക്ക് വേണ്ടിയാണ് എന്ന പോലെ അവർ 2 പേരും ഇരു ശരീരങ്ങളുമായി പ്രണയത്തോടെ കാമിച്ചു. അടുത്ത ദിവസം കാലത്ത് അബി പതിവ് പോലെ ഓഫീസിലേക്ക് പുറപ്പെട്ടു. ചിത്ര വീട്ടിലിരിക്കുമ്പോഴാണ് അവളുടെ ഫോണിൽ സനയുടെ കോള് വരുന്നത്. ചിത്രയെ അത്യാവശ്യമായി ഒന്ന് കാണണമെന്ന് അവൾ പറഞ്ഞതുകൊണ്ട് സുമയോട് പറഞ്ഞ് അവൾ സനയുടെ ഫ്ലാറ്റിലേക്ക് പോയി. പോകുന്നതിന് മുൻപ് അബിക്ക് മെസ്സേജ് അയക്കാനും മറന്നില്ല. സനയുടെ ഫ്ലാറ്റിലിരിക്കുവാണ് ചിത്ര. കയ്യിൽ കോഫിയുമുണ്ട്. നിനക്ക് പോകണമെന്ന് നിർബന്ധമാണോ? കയ്യിലുള്ള കോഫി സിപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചിത്ര സനയോട് ചോദിച്ചു. പോണം. പൊന്നാനിയിൽ ഒരു അമ്മായിയുണ്ട്. ഉമ്മയുടെ കുടുംബത്തിലെയ്യ. തൽക്കാലം അവിടെ നിൽക്കാം. അപ്പോൾ അവിടെയും അയാൾ നിന്നെ തിരക്കി വന്നാലോ? എന്തായാലും പെട്ടെന്നൊന്നും ഉണ്ടാവില്ല. നീ എവിടെയും പോകണ്ട. ഞാൻ മനുവേട്ടനോട് പറയാം നിന്നെ ഞങ്ങളുടെ കൂടെ താമസിപ്പിക്കാൻ. വേണ്ടടി, അതൊന്നും ശരിയാവില്ല. അയാൾ വരുന്നതിന് മുൻപ് ഇവിടെ നിന്ന് പോവണം.
പിന്നെ അഭിസാറിന് വഴക്കുണ്ടാക്കാൻ പറ്റിയ ആളല്ലടി. സ്വന്തം പെങ്ങളെ കൂട്ടുകാരന് പണത്തിനു വേണ്ടി കൂട്ടിക്കൊടുക്കാൻ നടക്കുന്നവനാ. പറയുന്നതിൻ്റെ കൂടെ സന തൻ്റെ നിറഞ്ഞ കണ്ണുകൾ രണ്ടും തുടച്ചു നീക്കിയിരുന്നു. ചിത്ര അവളുടെ കയ്യിൽ പിടിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, എത്ര നാളിതുപോലെ നീ ഓടും? എന്നെക്കൊണ്ട് കഴിയുന്നത് വരെ. ചുണ്ടിലൊരു പുഞ്ചിരിയോടെ സന അത് പറയുമ്പോൾ അവളുടെ നിറഞ്ഞ കണ്ണുകളിൽ തന്നെയായിരുന്നു ചിത്രയുടെ ശ്രദ്ധ. സനയോട് യാത്ര പറഞ്ഞ ചിത്ര പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഒരുപാട് തവണ അവളോട് തൻ്റെ ഒപ്പം നിൽക്കാൻ ചിത്ര പറഞ്ഞെങ്കിലും സന അതിനെതിർത്തു. ചിത്ര വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഗാർഡനിൽ തനിച്ചിരിക്കുന്ന ആവണിയെ കണ്ടിരുന്നു. അവളുടെ ചുവന്ന കണ്ണും മുഖവും കണ്ടപ്പോൾ തന്നെ എന്തോ ഉണ്ടെന്ന് ചിത്രയ്ക്ക് തോന്നി. ഇനിയും മിണ്ടാതിരുന്നാൽ ശരിയാവില്ല എന്ന് അവൾക്ക് തോന്നി. അവൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ചോദിച്ചറിയണമെന്ന് ചിത്ര മനസ്സിൽ ഉറപ്പിച്ചു. ഇതേ സമയം തൻ്റെ പ്രശ്നം ആരോടും പറയാൻ കഴിയാതെ സ്വയം നീറുകയായിരുന്നു അവൾ. തൻ്റെ കയ്യിലുള്ള ഫോണിലേക്കും അതിലുള്ള ചിത്രത്തിലേക്കും മാത്രമായിരുന്നു അവളുടെ ശ്രദ്ധ. അവൻ പറയുന്നത് പോലെ താൻ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ ആ ഓർമ്മയിൽ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകൾ അവൾ മുറുക്കെ അടച്ചു. ആവണി. പുറകിൽ നിന്ന് ചിത്രയുടെ ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് ആവണി തൻ്റെ കണ്ണുകൾ തുടച്ച് തിരിഞ്ഞു നോക്കി. എന്നാൽ അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ചിത്ര അവൾക്കടുത്തേക്കിരുന്നു. ആവണി അപ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കുവാണ്. മോളിരിക്ക് എന്ന് പറയുന്നതിൻ്റെ കൂടെ അവളുടെ കൈ പിടിച്ച് തനിക്കടുത്തിരുത്തിയിരുന്നു ചിത്ര. കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ മോളുടെ പ്രശ്നം? മോൾ ആരെയാ പേടിക്കുന്നത്? ആവണിയുടെ കയ്യിൽ തൻ്റെ കൈ ചേർത്ത് വെച്ച് അത് ചോദിക്കുമ്പോൾ ഒരു സഹോദരിയുടെ കരുതലുണ്ടായിരുന്നു ചിത്രയുടെ വാക്കുകളിൽ. എന്നാൽ അവളുടെ ആ ചോദ്യം ആവണിയിൽ ഒരാശ്വാസമുണർത്തിയെങ്കിലും ചിത്രയോട് തൻ്റെ പ്രശ്നം പറയണോ എന്ന് അവൾ ഒന്നുകൂടെ ചിന്തിച്ചു. ആവണി എന്താ ചിന്തിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. മോൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ പറയണ്ട, ഞാനിനി ചോദിക്കില്ല. പക്ഷെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള തീരുമാനം നമുക്ക് ഒറ്റയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. അത് പറഞ്ഞുകൊണ്ട് ചിത്ര അവളെ ഒന്ന് നോക്കി. പക്ഷേ ആവണി അപ്പോഴും തലതാഴ്ത്തി നിൽക്കുവാണ്. അവൾക്ക് തന്നോടൊന്നും പറയാനില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ചിത്ര എണീറ്റു. എന്നാൽ അവളുടെ വലത്തെ കയ്യിൽ ആവണിയുടെ പിടി വീണിരുന്നു. ചിത്ര തിരിഞ്ഞു നോക്കുന്നതിന് മുൻപ് ഒരു പൊട്ടിക്കരച്ചിലോട് അവളെ വന്ന് പൊതിഞ്ഞിരുന്നു ആവണി. തൻ്റെ മുൻപിൽ കരഞ്ഞു തളർന്നിരിക്കുന്ന ആവണിയെ തന്നെ നോക്കിയിരിക്കുവാണ് ചിത്ര. കുറച്ച് ദിവസം മുൻപാണ് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് എനിക്കൊരു വീഡിയോ വരുന്നത്. പിന്നെ എൻ്റെ കുറച്ച് ന്യൂഡ് ഫോട്ടോസും ഞാൻ കുളിക്കുന്ന വീഡിയോവും എടുത്തെന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുക അയാൾ. ഇത്ര ദിവസം ഞാൻ ഒഴിഞ്ഞു മാറി. പക്ഷേ നാളെ എന്തായാലും ബ്ലൂ ഡയമണ്ട് ഹോട്ടലിൽ 104 നമ്പർ റൂമിൽ ഞാൻ പോയിരിക്കണമെന്ന് അയാൾ പറയുന്നത്. ഇല്ലെങ്കിൽ ആ വീഡിയോയും ഫോട്ടോയും അയാൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. എനിക്ക് പേടിയാകുക ഏട്ടത്തി. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. ആരോടും പറയാനുള്ള ധൈര്യം എനിക്കില്ല. ഇവിടെ മുത്തശ്ശി അറിഞ്ഞാൽ ഞാനായിരിക്കും കുറ്റക്കാരി. പിന്നെ അമ്മയോടത് പറയാനുള്ള ധൈര്യം എനിക്കില്ല. പിന്നെ ഉള്ളത് ഏട്ടനാ. ഇപ്പോൾ തന്നെ ഒരുപാട് ടെൻഷൻ ആ പാവത്തിൻ്റെ തലയിലുണ്ട്. ഇതുകൂടെ ഞാൻ പറഞ്ഞ എല്ലാം ഇട്ടെറിഞ്ഞ് ആ പാവം ഇങ്ങോട്ട് വരും. പുതിയ കമ്പനി ഒന്ന് പച്ച പിടിച്ചു വരുന്നേ ഉള്ളൂ. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് തൻ്റെ മുൻപിലിരുന്ന് പറയുന്ന ആവണിയെ കാണേ ചിത്രയ്ക്ക് വല്ലാത്ത വേദന തോന്നി. ഒന്നും ചിന്തിക്കാതെ അവളെ തന്നോട് ചേർത്ത് പിടിക്കുമ്പോൾ ചിത്രയുടെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു. മോളെ വിഷമിക്കേണ്ട, ഞാനുണ്ട് കൂടെ. ചിത്ര അങ്ങനെ പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു തണുപ്പ് വന്ന് നിറഞ്ഞിരുന്നു ആവണിയിൽ. രാത്രി ഫ്രഷായിരുന്നു മുറിയിലേക്ക് വരുമ്പോൾ ചിത്രയെ മുറിയിലെല്ലാം നോക്കി അബി. എന്നാൽ അവളെ കാണാതായതും അവൻ പതിയെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അവളെ പുറകിൽ നിന്ന് ചേർത്ത് പിടിക്കുമ്പോൾ അവൻ്റെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു. മനുവേട്ട, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അല്പം പരിഭ്രമത്തോടെ ചിത്ര ചോദിക്കുമ്പോൾ അവളെ ഒന്നുകൂടി തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു അബി. പറഞ്ഞു, അത് ആവണിയെക്കുറിച്ചാ. ചിത്ര പറഞ്ഞ ഉടനെ അവളിൽ മുറുകി അവൻ്റെ കൈ പതിയെ അയഞ്ഞു പോയിരുന്നു. നമുക്ക് വേറെന്തെങ്കിലും സംസാരിക്കാം. പറയുന്നതിൻ്റെ കൂടെ അവളിൽ നിന്ന് അകന്നു മാറിയിരുന്നു അവൻ. ആവണിയോടോ ചന്ദ്രുവിനോടോ അവനൊരു ദേഷ്യവുമില്ല. പക്ഷേ അവരെയൊക്കെ കാണുമ്പോഴും അവരുടെ സാമീപ്യം അറിയുമ്പോഴും ചിലപ്പോഴെല്ലാം മനസ്സിലേക്ക് വരുന്നത് അവൻ്റെ കുട്ടിക്കാലമാണ്. അവൻ അനുഭവിച്ച വേദനയാണ്. എന്നാൽ അവൻ തിരിഞ്ഞ ഉടനെ അവൻ്റെ കൈ പിടിച്ചു നിർത്തിയിരുന്നു ചിത്ര. മനുവേടനാത് ഞാൻ പറയുന്നത് മുഴുവനൊന്ന് കേൾക്ക്, എന്നിട്ട് മതി. അവനെ നോക്കി ഒരു അപേക്ഷയോടെ ചിത്ര പറയുമ്പോൾ മറുത്തു പറയാൻ അവൻ കഴിഞ്ഞില്ല. അല്ലെങ്കിലും അവളോട് മറുത്തു പറയാൻ അവന് കഴിയില്ല. കാരണം ഇന്ന് അവൻ്റെ ലോകം പോലും അവളാണ്, അവൾ മാത്രം.
തൻ്റെ മുൻപിലിരിക്കുന്ന അബിയിൽ തന്നെയായിരുന്നു അവളുടെ ശ്രദ്ധ. ആവണിയെക്കുറിച്ച് പറയുമ്പോൾ ചുവന്ന് വലിഞ്ഞു മുറുകിയ അവൻ്റെ മുഖം ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. ആ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. പാവം അനുവേട്ട, എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെയായി. ആരാവൻ? അത് ചോദിക്കുമ്പോൾ തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ വല്ലാതെ പാടുപെടുന്നുണ്ടായിരുന്നു അവൻ. പക്ഷേ അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അത് അവൾക്ക് മനസ്സിലായി. കണ്ണുകൾ ചുവന്നു വരുന്നതിൻ്റെ കൂടെ കഴുത്തിൽ കാണുന്ന ഞരമ്പുകൾ തെളിഞ്ഞു വന്നു. അറിയില്ല, നാളെ ഹോട്ടലിൽ വെച്ച് കാണാമെന്നാ പറഞ്ഞത്. ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം അറിയുന്ന ആരോ ആണ്. അവളോട് നാളെ അവൻ പറഞ്ഞെടുത്ത് പോകാൻ പറ, ബാക്കി ഞാൻ നോക്കിക്കോളാം. അത് പറഞ്ഞു കഴിഞ്ഞ് ഫോണുമായി പുറത്തേക്ക് പോകുന്നവനെ ചിത്ര ചിരിയോടെ നോക്കി നിന്നു. ആവണിയുടെ അവസ്ഥയിൽ ഏത് പെണ്ണാണെങ്കിലും അവനെ രക്ഷിക്കും. അപ്പോഴും സ്വന്തം സഹോദരി ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവളെ തള്ളിക്കളയാൻ അവൻ കഴിയില്ലെന്ന് അവൾക്കറിയാം. പോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു വെക്കുവാണ് സന. പെട്ടെന്ന് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടു. വേഗം ചെന്ന് ഡോറ് തുറന്നു നോക്കി. എന്നാൽ മുൻപിൽ ഒരു ബാഗും പിടിച്ചു നിൽക്കുന്ന കിഷോറിനെ കണ്ടതും അവളുടെ മുഖം ചുളിഞ്ഞു. സാറെന്താ ഇവിടെ? ചോദിച്ച് തീരുന്നതിന് മുൻപ് അകത്തേക്ക് കയറി പോയിരുന്നു അവൻ. സർ. സന അവന് പുറകിൽ പോയെങ്കിലും സന കിടക്കുന്ന മുറിയുടെ തൊട്ടപ്പുറത്തുള്ള മുറിയിലേക്ക് തന്നെ സാധനങ്ങൾ കൊണ്ടടക്കി വെച്ചിരുന്നു കിഷോർ. എന്തായാലും പൊന്നുമോള് പോകുമല്ലേ, പോകുമ്പോൾ ചേട്ടൻ കൂടെ വരാം, നമുക്കേ ഒന്നിച്ച് പോകാന്നേ. അവളുടെ കവളിൽ പിടിച്ചു പറഞ്ഞുകൊണ്ട് നേരെ ബാത്റൂമിൽ പോയിരുന്നു അവൻ. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? ദേ നോക്ക്, വെറുതെ എൻ്റെ പുറകെ നടന്നാലുണ്ടല്ലോ താൻ വിവരം അറിയും. അടച്ച ഡോറിൽ മുട്ടി ദേഷ്യത്തിൽ അവൾ വിളിച്ചു കൂവിക്കൊണ്ടിരുന്നു. എൻ്റെ മോൾ എന്ത് ചെയ്താലും ചേട്ടൻ നിന്നെയും കൊണ്ടേ പോകൂ. അവൻ ബാത്റൂമിൽ നിന്ന് വിളിച്ചു പറഞ്ഞതും അടഞ്ഞു കിടക്കുന്ന കതകിലേക്ക് നോക്കി തലയിൽ കൈ കൊടുത്ത് ബെഡിലിരുന്ന് പോയിരുന്നു സന. ചിത്ര ഓഫീസിൽ വരാതായതിനു ശേഷം സനയ്ക്ക് വല്ലാത്ത മൂഡ് ഓഫ് ആയിരുന്നു. അതിലെപ്പോഴോ ആണ് അവൾ കിഷോറിനെ ശ്രദ്ധിക്കുന്നത്. ഒരു സാധാരണ എംപ്ലോയിയോടുള്ള അടുപ്പമല്ല അയാൾക്ക് തന്നോടുള്ളത് എന്ന് അവൾക്ക് മനസ്സിലായിട്ടുകൊണ്ട് പരമാവധി അവനിൽ നിന്ന് അകന്ന് നിൽക്കുകയായിരുന്നു സന. എന്നാൽ ഞാൻ നിന്നെയും കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞതുപോലെ അവളുടെ പുറകെ ഉണ്ട് കിഷോറും. സത്യം പറഞ്ഞ റഫീഖിൽ നിന്ന് രക്ഷപ്പെടുക എന്നതിനേക്കാൾ തൻ്റെ പ്രശ്നങ്ങളുടെ ഇടയിലേക്ക് കിഷോർ വന്ന് പെടരുത് എന്നുള്ളത് കൊണ്ട് കൂടെയാണ് അവളിപ്പോൾ ഈ സിറ്റി വിട്ട് പോകാൻ തീരുമാനിച്ചത് പോലും. ചിത്രയോട് റിലേറ്റീവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞെങ്കിലും അവൾ പോലും അറിയാതെ ബാംഗ്ലൂരേക്ക് പോകാനായിരുന്നു അവളുടെ തീരുമാനം. ഇനി കിഷോർ ഇവളെ അവിടുന്ന് അനങ്ങാൻ വിടില്ലെന്ന് അവൾക്ക് തീർച്ചയായി. ഏട്ടത്തി, ഞാൻ പോണോ? എനിക്ക് പേടിയാവുന്നുണ്ട്. ചിത്രയുടെ കൈ പിടിച്ചത് ചോദിക്കുമ്പോഴും അവളുടെ ഉള്ളിൽ പിടയുകയാണ്. പോണം, എന്തിനാ പേടിക്കുന്നത്? ഞാനുമില്ലേ. അവൻ നിന്റെ ദേഹത്ത് തൊടില്ല, ആ ഉറപ്പ് ഏട്ടത്തി തരാം, പോരെ? ഏട്ടത്തി, എനിക്ക് ഒന്നുമില്ല, മോള് പോയിട്ട് വാ, ഒന്നും സംഭവിക്കില്ല, ഞാനുണ്ട് കൂടെ. ആവണിയെ ചേർത്ത് പിടിച്ചത് പറയുമ്പോൾ ചിത്രയുടെ മനസ്സിൽ വല്ലാത്തൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ മനസ്സോടെ ചിത്രയെ ഒന്ന് നോക്കിയതിനു ശേഷം അവൾ ഹോട്ടലിലേക്ക് നടന്നു. ഉടനെ ചിത്രയുടെ ഫോണിൽ നിന്ന് ഒരു മിസ് കോൾ അബിയുടെ ഫോണിലേക്ക് പോയിരുന്നു. റൂം നമ്പർ 104 മുൻപിൽ നിൽക്കുമ്പോൾ ആവണിക്ക് ശരീരം മുഴുവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ നെറ്റിയിലും കഴുത്തിലും വിയർപ്പ് പൊടിഞ്ഞു. പിന്നെ പതിയെ ഡോറ് തുറന്നകത്തേക്ക് കയറി. അപ്പോഴും വല്ലാത്ത ഭയം അവളെ വന്ന് മൂടുന്നുണ്ടായിരുന്നു. എന്നാൽ ആവണി അകത്തേക്ക് കയറിയ ഉടനെ വലിയ ശബ്ദത്തിൽ ആ ഡോർ അവൾക്ക് മുൻപിൽ അടഞ്ഞു. ഒരു പിടച്ചിലോടെ തിരിഞ്ഞു നോക്കുമ്പോൾ അവളെ നോക്കി വശ്യമായ ചിരിയോടെ നിൽക്കുന്ന ആളിലേക്ക് അവളുടെ ശ്രദ്ധ പോയി. വെൽക്കം ലാവണ്യ. അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് അവൻ പറയുമ്പോൾ ഭയത്തിൽ ലാവണ്യയുടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. എന്നൊന്നും ചെയ്യല്ലേ. ഭയത്തിൽ പറയുന്നതിൻ്റെ കൂടെ അവളുടെ കണ്ണ് രണ്ടും ചുവന്ന് കലങ്ങിയിരുന്നു. ഏയ്, ഒരിക്കലുമില്ല. ലാവണ്യയെ ഞാനും വേദനിപ്പിക്കുവോ? അതിനല്ലല്ലോ ഞാൻ ഇത്രയൊക്കെ ചെയ്തത് എന്ന് പറയുന്നതിൻ്റെ കൂടെ അവളുടെ കൈ പിടിച്ച് തന്നോട് ചേർത്തിരുന്നു അവൻ. നീ ഫോട്ടോയിലുള്ളതിനേക്കാൾ ഒരുപാട് സുന്ദരിയാ, ഒരുപാട് പറയുന്നതിൻ്റെ കൂടെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു അവൻ.